ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിളക്കിന് മുൻപിൽ നിന്ന് ഞാൻ ഇതുവരെ പറയാത്തൊരു അത്ഭുത വരിയാണ്. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഈ ഒരു വരി ഉരുവിട്ടാൽ പെട്ടെന്ന് സാമ്പത്തിക തടസ്സം മാറും. നിങ്ങൾക്ക് ചെയ്തു നോക്കുക, ആർക്കും ചെയ്യാം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അല്പം കർപ്പൂരം കൂടെ വേണമെന്നുള്ളതേ ഉള്ളൂ. പച്ചക്കർപ്പൂരമാണെങ്കിൽ നല്ലത്, അല്ല സാധാ കർപ്പൂരമാണെങ്കിലും മതി. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, വിളക്കിന് മുന്നേ എന്ന് ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. അതായത് ഞാനിന്ന് പുത്തങ്കാവ് അമ്പലത്തിൽ പോയി. അപ്പോൾ നടയ്ക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതായത് ഏത് ക്ഷേത്രമാണേലും നമ്മുടെ ചുറ്റും ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്കും ആ ക്ഷേത്രത്തിന് സമീപം വസിക്കുന്നവർക്കും എല്ലാം ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. ക്ഷേത്രങ്ങൾ ക്ഷയിച്ചു പോയാൽ ആ നാട് തന്നെ ക്ഷയിച്ചു പോകും എന്നുള്ളതാണ്. നമ്മൾ എത്രയോ ഒരു ക്ഷേത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. അതിന് ചുറ്റും ഉള്ളവർ, ആ ക്ഷേത്രം ഉയർന്നു കഴിയുമ്പോൾ അതിന് ചുറ്റും ഉള്ളവരും ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ അത്ഭുതകരമായ കാര്യമാണ്. അതിന് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം, എത്ര ഒരു അധപതിച്ച ക്ഷേത്രത്തിലും ചെയ്തു തുടങ്ങിയാൽ ആ ക്ഷേത്രം രക്ഷപ്പെടും. ഇത് എനിക്ക് പുത്തങ്കാവിലമ്മയുടെ നട നിന്നപ്പോൾ ഇന്ന് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ക്ഷേത്രത്തിൽ ഇപ്പം ദേവീക്ഷേത്രമാണെങ്കിൽ വെള്ളിയാഴ്ച, ശിവക്ഷേത്രമാണെങ്കിൽ ശനിയാഴ്ച, കൃഷ്ണക്ഷേത്രമാണെങ്കിൽ വ്യാഴാഴ്ച, മുരുകക്ഷേത്രമാണെങ്കിൽ ചൊവ്വാഴ്ച അന്നദാനം നടത്തണം. അത് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അവർ അന്നദാനം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അപ്പോൾ ഈ ദേവീക്ഷേത്രമാണെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യുക, ശിവക്ഷേത്രമാണെങ്കിൽ ശനിയാഴ്ച ചെയ്യുക. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. പിന്നീട് ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം കൂടാൻ തുടങ്ങും. കാരണം ഈ അന്നദാനം ചെയ്യുമ്പോൾ ആ ദേവനല്ലേ ദേവിക്കാണ് അതിൻ്റെ ആ ഒരു പുണ്യം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ അവിടെ പോകുന്ന ഭക്തജനങ്ങൾക്കും ആ നാട്ടിലുള്ളവർക്കും അവിടെ പോകുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു വിഹിതം കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ വരെ മാറും. അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. അന്നം ബ്രഹ്മം തന്നെയാണ്. നമുക്ക് അന്നം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയെല്ലാം അപ്രസക്തമാണ്. അന്നമാണ് ഏറ്റവും പ്രധാനം. അന്നദാനം ആണ് ഏറ്റവും പ്രധാനം. അന്നം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ അന്നദാനം ഇതുപോലെ ക്ഷേത്രങ്ങളിൽ ചെയ്യുക. അതിന് അന്നദാനം ഉണ്ടെങ്കിൽ സഹകരിക്കുക. അതോടൊപ്പം നമുക്ക് നമുക്ക് അതിനുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാകുക. ഇതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അത് ഞാനീ പറയാൻ കാര്യം, ഒരുപാട് ക്ഷേത്രങ്ങൾ ക്ഷയിച്ച് പോയതുകൊണ്ട് അവിടെ ഈ അന്നദാനം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ആ ക്ഷേത്രം ഉയർന്നു വരും. ആദ്യം പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്താൽ മതി. ഇതെവിടെ വേണേലും ചെയ്യാം. ഇത് പറയാൻ കാര്യം, പുത്തങ്കാവമ്പലത്തിൽ വെള്ളിയാഴ്ചകൾ മുതൽ ഇനിയും അന്നദാനം ഉണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പുത്തങ്കാവമ്പലത്തിനാണേലും അന്നദാനം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ചകൾ വരുന്നവർ അതിൽ സഹകരിക്കുക, നമ്മളതിൻ്റെ ഭാഗമാകുക. ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന അന്നദാനത്തിലൂടെ കിട്ടുന്ന പുണ്യത്തിൻ്റെ ഒരംശം നമുക്കും കിട്ടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ജൂലൈ 17-ാം തീയതി മുതൽ കർക്കിടക 1-ാം തീയതി മുതൽ കർക്കിടക 5-ാം തീയതി വരെ, അതായത് ജൂലൈ 17, 2025 മുതൽ ജൂലൈ 21, 2025 വരെ പുത്തങ്കാവിലമ്മയുടെ നടയിൽ വൈകുന്നപാട് 5 മണി മുതൽ 7 മണി വരെ വൈകുന്നപാട് ആത്മീയമായ സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിങ്ങൾ പങ്കുകൊള്ളുക. നിങ്ങളെക്കൊണ്ട് അതിൻ്റെ ഭാഗവത്തായ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സമയ സാഹചര്യം ഇഷ്ടം പോലെ ചെയ്യുക. കാരണം പുത്തങ്കാവിലമ്മയുടെ ഇന്ന് നടയിൽ നിന്നപ്പം എനിക്ക് അവിടുന്ന് ഈ കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പുത്തങ്കാവിലമ്മയെ കാണാൻ വരും. പുത്തങ്കാവിലമ്മയ്ക്ക് ജീവിതം മാറ്റാനുള്ള അത്ഭുത ശക്തിയുണ്ട്. അടിമുടി മാറ്റാൻ പറ്റും. എത്ര ദുരിതത്തിൽ നിന്ന് നമ്മളെ വലിയൊരു സാമ്പത്തികതയിലേക്ക് ഉയർച്ചയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അമ്മയുടെ തിരുസന്നിധി വന്ന് നമ്മൾ ഈ വെള്ളിയാഴ്ച അന്നദാനങ്ങളിൽ പങ്കെടുക്കുക, അതിൻ്റെ ഭാഗമാകുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ കർക്കിടക 1 മുതൽ 5 വരെ വൈകുന്നപാട് രാമായണ യജ്ഞമുണ്ട്.
അതിൻ്റെ ഭാഗമായി നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുക. ഇതൊക്കെ ഒരു പുണ്യമാണ് എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ സമയവും സാഹചര്യവും നിങ്ങളുടെ സാഹചര്യം പോലൊക്കെ ചെയ്യുക, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. കാരണം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഒരു 1-2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു വരാഹിയെക്കുറിച്ച്. ഇന്നലെയല്ല, അതിന് മുമ്പാത്തു, വരാഹി ദേവിയെക്കുറിച്ച്. അത് ചെയ്ത ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട്. അവർക്കത് ചെയ്ത ശേഷം ഇപ്പോൾ ഓരോരുത്തരുടെ തടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. തടസ്സം മാറി 20 ലക്ഷം രൂപയുടെ ലോൺ സാങ്ഷനായി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വലിയ സന്തോഷം. ഒരാളൊരു ലോൺ എടുക്കുന്നത് എന്തെങ്കിലും അതുപോലെ അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അത് തടസ്സപ്പെട്ട് നിന്നത് കാര്യസാധ്യം ഉണ്ടായി. വരാഹി അമ്മയുടെ ഞാൻ പറഞ്ഞ മന്ത്രം ചെയ്ത് ജൂൺ 30-ാം തീയതി ഞാൻ ആ വീഡിയോ ഇട്ട് വരാഹിയെക്കുറിച്ച്. അവർക്കത് സാങ്ഷനായി വന്നു എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അത് വേണം നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും പെടട്ടെ. വെളുപ്പിനെ എഴുന്നേറ്റ് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയുടെ അന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചിട്ട് നിങ്ങൾ ഒരു മൺചട്ടിക്കകത്ത് നെയ്വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ഓം സമയേശ്വരി, ഓം ശ്രീ വരാഹി അമ്മേ നമ. ഒന്നുകൂടെ പറയാം, ഓം സമയേശ്വരി, ഓം ശ്രീ വരാഹി അമ്മേ നമ എന്ന് ജപിക്കുക. ഒരു 3 തവണ ജപിക്കുക. അതിന് മുമ്പ് നമശിവായ ജപിക്കണം, ഓമില്ല. എന്നിട്ട് വരാഹി അമ്മ. അപ്പോൾ നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി വേണം വരാഹി അമ്മയും നമശിവായും ജപിക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 3 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ജപിക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉച്ചിയിൽ ഒന്ന് വെറുതെ ധ്യാനിക്കുക, കണ്ണടച്ച് ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ നടന്നോളൂ. അത്ഭുതകരമായൊരു വിദ്യ. ഇനി ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുക. അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ ഇത്രയും വലിയൊരു തുകയുടെ ലോൺ തടസ്സപ്പെട്ടത് സാങ്ഷനായി. അപ്പോൾ അത് ഞാനീ പറഞ്ഞ വിദ്യ ചെയ്താണ്. അവർ വാട്സപ്പ് ചെയ്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ടു. ഇപ്പോഴും അത് കിടപ്പുണ്ട്. ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ മെസ്സേജ് ചെയ്തു. അവർക്ക് മക്കളുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനൊക്കെ എനിക്ക് കിട്ടും. അവരുടെ കല്യാണമൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം. അപ്പോൾ അത് നിങ്ങൾ അത് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആദ്യം തൊട്ടുള്ള എൻ്റെ വീഡിയോകൾ മുഴുവൻ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ സന്തോഷം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തരുന്നില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ രാവിലെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്ത ശേഷം പച്ചക്കർപ്പൂരമാണെങ്കിൽ നല്ലതായിരിക്കും. വലിയ വിലയൊന്നും ആകത്തില്ല. ഒരു 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒക്കെ പച്ചക്കർപ്പൂരം മേടിച്ചാൽ മതി. അത് അല്പം ഒടിച്ച് ഇച്ചിരി ഭസ്മം ഇടണം. ഒരു തട്ടത്തിനകത്ത് ഇച്ചിരി ഭസ്മം ഇട്ടാൽ ഭസ്മത്തെ പച്ചക്കർപ്പൂരം വെച്ചിട്ട് ഈ മന്ത്രം ജപിച്ച് കത്തിച്ചിട്ട് ഈ മന്ത്രം ജപിച്ച് 3 തവണ തൊട്ട് തൊഴണം. മന്ത്രം ഇതാണ്: യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ 3 തവണ ജപിക്കുക വാ കൊണ്ട്. എന്നിട്ട് ഇത് കർപ്പൂരം കത്തിക്കുമ്പോഴും ജപിക്കണം. കത്തിച്ചു കഴിഞ്ഞ് 3 തവണ വാ കൊണ്ട് ജപിച്ചിട്ട് വീണ്ടും 3 തവണ തൊട്ട് തൊഴുക. എന്നിട്ട് നിങ്ങൾ യാതൊരു ചിന്തയുമില്ലാതെ കണ്ണടച്ച് ഉച്ചയിലൊന്ന് ധ്യാനിക്കുക. എന്നിട്ട് അമ്മയെ സഹായിക്കണേ എന്ന് പറയുക, ലക്ഷ്മി. വേറൊന്നും ചെയ്യണ്ട. ഇത് രാവിലെ ചെയ്യുക. ഈ വിദ്യ തന്നെ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് കൈയും കാലും മുഖം കഴുകിയിട്ട് നിങ്ങൾ കർപ്പൂരം കത്തിക്കാതെ തന്നെ, അല്ലാതെ ഈ മന്ത്രം ജപിച്ചാൽ മതി. ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചത്തോട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചിട്ട് 3 തവണ വാ കൊണ്ട് ജപിച്ചിട്ട് ഉച്ചയിലൊന്ന് ധ്യാനിച്ച് അമ്മയെ ലക്ഷ്മി സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഉച്ചയിൽ ധ്യാനിക്കുക, ഒരു ചിന്തയില്ലാതെ. അതുകൂടെ ചെയ്തുകൊള്ളുക. നിങ്ങൾ ചെയ്ത് നോക്കുക, ദിവസവും ചെയ്യുക, രാവിലെയും സന്ധ്യയ്ക്കും ചെയ്യുക. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. കാരണം അത്ഭുതകരമായൊരു മന്ത്രമാണിത്. പെട്ടെന്ന് സാമ്പത്തിക തടസ്സം മാറ്റിത്തരുമെന്നുള്ളതാണ്. ഇതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ ഉച്ചയിലൊന്ന് കണ്ണടച്ച് ഉച്ചയുടെ മധ്യത്തിൽ ഒന്ന് ധ്യാനിച്ചിട്ട് അമ്മയെ ലക്ഷ്മി സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചിന്തിക്കാതെ അല്പനേരം മതി, ഒരു സെക്കൻഡുകളാണെങ്കിൽ പോലും മതി, ഒന്ന് ധ്യാനിക്കുക.
ധ്യാനിക്കുമ്പോൾ ഒരു ചിന്തയില്ലാതെ ഉച്ചയുടെ മധ്യത്തിൽ ധ്യാനിക്കണം. ആദ്യം അമ്മയെ രക്ഷിക്കണേ ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചിന്തയില്ലാതെ വെറുതെ അല്പനേരം ധ്യാനിക്കുക. ഇതിലാണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത്. ഇത് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും ഏത് സാമ്പത്തിക തടസ്സങ്ങളും അമ്മ മാറ്റിത്തരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്ഭുതകരമായ കാര്യമാണ്. ദിവസവും രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമഃശിവായ ഒന്നോ അല്ലെങ്കിൽ 3 തവണ നമഃശിവായ ജപിച്ചിട്ട് വേണം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പടിഞ്ഞാട്ട് നിന്നത് ചെയ്യുക. മനസ്സിലായോ? കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കയ്യും കാലും മുഖം കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ ഇത് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന രഹസ്യം എന്ന് പറയുന്നത്. ഇത് അത്ഭുതകരമായ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പണം കയ്യിൽ പിടിച്ചുകൊണ്ടും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ വിദ്യ നിങ്ങൾക്ക് ചെയ്യാം. പണം കയ്യിൽ പിടിച്ചുകൊണ്ട് 2 കയ്യിൽ ഇങ്ങനെ പണം അല്പം ചില്ലറയോ പണം എന്നെങ്കിലും പിടിച്ചുകൊണ്ട് നിങ്ങൾ വിളക്കിൻ്റെ സൈഡിൽ നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും ഇത് ഒന്നുകൂടി ചെയ്യുന്നത് നല്ലതാണ്. പണം വർദ്ധിച്ചു വരും, യാതൊരു സംശയം വേണ്ട. ഇനി വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യിൽ ഒരു നാണയം ആയിക്കോട്ടെ, 1 രൂപയായിട്ട് 10 രൂപ ആയിക്കോട്ടെ, എത്രയാണോ, അല്ലെങ്കിൽ 1 രൂപ നാണയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില്ലറ ആയിക്കോട്ടെ, ഇങ്ങനെ കയ്യിൽ പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ മന്ത്രം 3 തവണ ജപിച്ചിട്ട് ഉച്ചയിൽ ഒന്ന് ശ്രദ്ധിച്ച് അമ്മയെ ലക്ഷ്മി സഹായിക്കണേ എന്നൊന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചിന്തയില്ലാതെ ഒന്ന് ജസ്റ്റ് ധ്യാനിച്ചിട്ട് ഈ ഉച്ചയുടെ മധ്യം ഒന്ന് ധ്യാനിച്ചിട്ട് നിങ്ങൾ പണം മാറ്റി വെച്ചിട്ട് അതെവിടാന്ന് വെച്ചാൽ മാറ്റി വെക്കും. എന്നിട്ട് കിടന്നുറങ്ങുന്നത് നല്ലതാണ്. ഉറപ്പായിട്ടും ആ ലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ തടസ്സങ്ങളായിട്ട് മാറ്റിത്തരുമെന്നുള്ളതാണ്. അത്ഭുതകരമായൊരു വിദ്യയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സർവ്വഭൂതങ്ങളിലും കുടികൊള്ളുന്ന ലക്ഷ്മി രൂപേണ, ലക്ഷ്മി എന്ന് വെച്ചാൽ സമ്പത്തിൻ്റെ രൂപത്തിൽ സർവ്വഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ ദേവിയെ നമിക്കുന്നു. അതായത് സമ്പത്തെന്ന് പറഞ്ഞാൽ ആ ഐശ്വര്യത്തിൻ്റെ രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ഐശ്വര്യത്തെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ ഒരു ഐശ്വര്യത്തെ, സമ്പത്തിന്, ആ സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ തിരിഞ്ഞാലും പൈസ കിട്ടും. അതുപോലെ തന്നെ പണത്തിന് തടസ്സങ്ങൾ മാറും. നിങ്ങൾക്ക് പണം വരാനുള്ള വഴികൾ തുറന്നു വരും. നിങ്ങൾ എന്നും ഈ ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ കഷ്ടപ്പാടിലും ജീവിക്കാതെ പുതിയ പുതിയ മാർഗങ്ങൾ തുറന്നു വരും. ഇത് അത്ഭുതകരമായ വിദ്യയാണ്. ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ്. ഇത് നമ്മൾ ദിവസവും ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി, ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സടക്കം വേണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തിൽ മാറ്റം നൽകുന്ന ഒരു ലക്ഷ്മി ദേവിയുടെ വിദ്യയാണത്. ഇത് ഇന്ന ആളെന്നല്ല, ആർക്കും ചെയ്യാം. ഒരു കച്ചവടം നടത്തുന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ആൾക്കോ ഒക്കെ ചെയ്യാം. പണം ഒഴിയത്തില്ല. ഇത് രാവിലെയും ചെയ്യണം, രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യണം, വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് പണം കയ്യിൽ പിടിച്ച് ചെയ്യണം, പിന്നെ വൈകുന്നപാട് കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതിന് ചര്യ നിഷ്ഠ ഒന്നുമില്ല, മനഃശുദ്ധി മാത്രം മതി. മനഃശുദ്ധി. ഇനിയും അത്ഭുതകരമായ ഒരു കാര്യവും കൂടെ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലെ അവസാനം പ്രാർത്ഥിച്ചാലും മതി. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞു ഈശ്വര, ഒറ്റ വിളിക്കുക, ഈശ്വര. ആ വിളി എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയില്ലാതെ വിളിക്കണം. ഈശ്വര. വിളിക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി മുകളിലോട്ട് അല്പം ഉയർത്തണം. അപ്പോൾ ഇങ്ങനെ മേലോട്ട് ഉയർത്തുമ്പം കണ്ണ് ചലിക്കത്തില്ല. കണ്ണ് ചലിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ചിന്തകളുണ്ടാവും. നമുക്ക് എപ്പോഴും സംശയങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പം കണ്ണ് ചലിക്കാതെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും, മനസ്സ് നിശ്ചലമാകും. അതിനുവേണ്ടിയാണ് ജസ്റ്റ് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ഈശ്വര 1 സെക്കൻഡ് വിളിച്ചാൽ മതി. ഇത് നിങ്ങൾ ദിവസവും രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഒന്നുകിൽ ആദ്യം ചെയ്യാം, അല്ലെ കിടക്കപ്പായി ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം ചെയ്യാം. നിത്യേന രാവിലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അറിയാത്ത, നിങ്ങൾ എന്ത് ചെയ്തിട്ടും മാറാത്ത, നിങ്ങൾ മാറും. ഇന്ന് വരെ അറിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത്ഭുതകരമായ ജീവിതം മാറും.
ഇത് ലക്ഷങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ഈ വിദ്യ ആരും പറഞ്ഞു തരത്തില്ല. ഈശ്വര എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? ഈ കണ്ണുകൾ മേൽപോട്ടാക്കി വിളിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാം ഈശ്വര എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയല്ല, അപ്പടിയല്ലേ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊരു ആൾ മെസ്സേജ് ചെയ്ത്, അവർ മലയാളമാണ് പറയുന്നത്, പക്ഷേ തമിഴാണ്. എങ്കിലും എനിക്ക് വളരെ ബഹുമാനവും അവരോട് ആദരവും തോന്നി. അപ്പം അവർ പറഞ്ഞതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. റൊമ്പ റൊമ്പ നന്ദി സ്വാർ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. അപ്പം ഞാനും കൊഞ്ചം തമിഴിടയ്ക്ക് പറയാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, കാരണം പല ആളുകളും അങ്ങനെ സംസാരിക്കും. നമ്മളും കൊഞ്ചം തമിഴ് പറയാൻ നല്ലതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിജമാ നിങ്ങൾക്ക് മാറ്റം വരും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം വരും. കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി എന്ന് വെച്ചാൽ ബലം പിടിക്കുമൊന്നും വേണ്ട, സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി, അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ. ഈശ്വര, ഒരൊറ്റ വിളി മതി, 1 സെക്കൻഡ് മതി, പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് നിങ്ങൾക്ക് കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒരു ജോലിക്കടയിലോ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ കണ്ണുകൾ മേൽപോട്ടാക്കി ഈശ്വര ഒന്ന് വിളിക്കും. 1 സെക്കൻഡ് വിളിച്ചാൽ മതി, കണ്ടിന്യൂസ് ആയിട്ടൊന്നും വിളിക്കണ്ട. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈശ്വരനെ അറിയും. ഈ ഭൂമിയിലേക്ക് ഒരുപാട് പുണ്യാത്മാക്കൾ വന്നിട്ടുണ്ട്. അവരെല്ലാം അവരുടേതായ ഒരു കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. പക്ഷേ ഈശ്വരനെക്കുറിച്ച്, ആ പരമമായ ഈശ്വരനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. ഞാൻ പറയുന്ന മുഴുവൻ ആ ഈശ്വരനെക്കുറിച്ചാണ്. എന്നെ നിങ്ങൾ ഓർക്കുകയേ ചെയ്യണ്ട. എന്നെ ഇപ്പം കണ്ടാൽ മിണ്ടിയില്ലേ പോലും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറയുന്ന മുഴുവൻ ഞാൻ ആരുമല്ല, ഞാനൊരു ഗുരുവുമല്ല, ഞാൻ ആരുമല്ല. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സാധാരണ വ്യക്തി എന്നുള്ളൂ. ഞാനൊരു വട്ടപൂജ്യമാണ്. ഞാൻ പറയുന്ന മുഴുവൻ ആ ഈശ്വരനെക്കുറിച്ചാണ്. ആ ഈശ്വരനാണ് വലിയവൻ. ആ ഈശ്വരനെയാണ് നിങ്ങൾ അറിയേണ്ടത്. അല്ല, ഞാനിവിടെ ഗുരുവും ശിഷ്യനും കളിക്കാൻ വന്നതല്ലേ ഈ ഭൂമിയിൽ. ഞാൻ അനശ്വരനായ ഈശ്വരനെക്കുറിച്ച് പറയാൻ വന്ന, ആ ഈശ്വരനെക്കുറിച്ച്, ആ പരമേശ്വരനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലാകും. അല്ലാതെ എനിക്കിവിടെ ഗുരുവും ശിഷ്യനും കളിക്കാനോ എൻ്റേതായ ഒരു ഇത് സൃഷ്ടിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. അദ്ദേഹത്തെക്കുറിച്ച്, ആ ഈശ്വരനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈശ്വരനെ അറിയും. ഇതിൻ്റെ രഹസ്യം കണ്ണുകൾ മേൽപോട്ടാക്കി ഈശ്വര, 1 സെക്കൻഡിനുള്ളിൽ ആ വിളി, അത്രയും മതി, കൂടുതലൊന്നും വേണ്ട. ഇപ്പം കണ്ണുകൾ മേൽപോട്ടാകുമ്പോൾ മറ്റു ചില രഹസ്യങ്ങളുണ്ട്. ഒന്നാമത്തെ രഹസ്യം, നമ്മുടെ മനസ്സ് സ്റ്റേബിളാകും, സ്റ്റെബിലിറ്റി ഉണ്ടാകും മനസ്സിന്, ചിന്തകളടങ്ങും. 2, നമ്മൾ ചിതാകാശം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഈ ആജ്ഞയ്ക്ക് മേളിലാണ്. ഈ ചിതാകാശവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും. ആ ചിതാകാശത്തിലാണ് നിൻ്റെ ഉള്ളിലെ ഈശ്വരബോധം ഇരിക്കുന്നത്, അവനവൻ്റെ ഉള്ളിലെ ഈശ്വരബോധം ഇരിക്കുന്നത്. നമ്പർ 3, നമ്മൾ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തുമ്പോൾ ഇവിടെ ഒരു ത്രികോണം രൂപപ്പെടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു റെക്റ്റാങ്കിൾ രൂപപ്പെടുന്നുണ്ട്. കണ്ടല്ല, ഈ കണ്ണുകൾ ഇങ്ങനെ, ദൃഷ്ടി ഇങ്ങനെ വരുമ്പോൾ ഈ ത്രികോണത്തിനകത്താണ് സർവ്വ രഹസ്യങ്ങളും ഇരിക്കുന്നത്. ഇവിടെയാണ് ആ ശിവബോധം ഇരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. വളരെ നൈസായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതമായി പറഞ്ഞു തരുന്നത്, ഏറ്റവും വലിയ ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്, ഏറ്റവും വലിയ ശിവരഹസ്യമാണ് പറഞ്ഞു തരുന്നത്, നിങ്ങളിലെ ഏറ്റവും വലിയ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് അറിയുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇത് അറിയുന്നവർ, നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തുകൊണ്ടാണ് ഇത് ഈ വീഡിയോയുടെ ഈ അവസാനം വരെ ഇത് കാണുന്നത്. അല്ലാത്തവരൊക്കെ അല്ലാത്തവൻ്റെ വഴിക്ക് പോകും. ഇത് ഈശ്വര നിശ്ചയമുള്ളവരെ ഇത് അവസാനം വരെ ഇത് കാണത്തുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇത് കാണാൻ പറ്റത്തില്ല. കാരണം ഞാനീ പറയുന്ന രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങളെല്ലാം ഈശ്വര എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയത്തക്ക അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഇനി ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ കണ്ണുകളൊന്നും മേൽപോട്ട് ഉയർത്തി ബലമൊന്നും പഠിക്കണം. സ്വാഭാവികമായിട്ട് ഈശ്വര, ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രിയാട്ടിക്കുമെന്ന് വിളിച്ചു നോക്കി. നിങ്ങളുടെ ഉള്ളിൽ ആ അനുഭവം ഉണ്ടാകും, ഈശ്വരാനുഭവം. നിങ്ങൾ ഈശ്വരനെ അറിയൂ, അനശ്വരനായ ഈശ്വരനെ അറിയൂ. ഈശ്വരനാണ് എല്ലാം. ആ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സർവേശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പരമേശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ എന്നെക്കുറിച്ചല്ല, എൻ്റെ പുറകെ നിങ്ങൾ വരാനോ നമുക്ക് ഗുരുവും ശിഷ്യനും ആകാമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഗുരു ആകേണ്ട, ശിഷ്യനും ആകണ്ട. ഞാൻ ഒന്നുമില്ലായ്മയാണ്. അത് ശിവമാണ്, ശിവോഹമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരുണ്ട്.
ആ സൂക്ഷ്മരൂപികളായ അവരെൻ്റെ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാർ എപ്പോഴും ഞാൻ അവരുടെ ശിഷ്യൻ തന്നെ ആയിരിക്കും, അല്ലെ അവരുടെ വിധേയനായിരിക്കും, അല്ലെ അവരുടെ പാദങ്ങൾ നമിക്കും. സൂക്ഷ്മരൂപത്തിലുള്ള ഈശ്വരന്മാരായിട്ടുള്ള ആ എനർജിയുള്ള ഗുരുക്കന്മാർ. ഞാൻ പറഞ്ഞ സാധാരണ നമ്മുടെ ഈ ലൈഫിൽ ഉള്ള ഗുരുശിഷ്യ കളിയെക്കുറിച്ചാണ്. ഗുരുശിഷ്യ ഇപ്പം എല്ലാം ഗുരുവും ശിഷ്യനും കളിയല്ലേ, അതിലൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ സമയം കളയാന്നുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ സത്യബോധത്തെ, ശിവനെ അറിയുമ്പോഴാണ് നിങ്ങൾ മാറുന്നത്, ഈശ്വരനെ അറിയുമ്പോഴാണ് നിങ്ങൾ മാറുന്നത്. ഈശ്വരൻ തന്നെയല്ല, ശിവനും ഈശ്വരനല്ല ഒന്നും തന്നെ. നമ്മൾ ഈശ്വരാന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ശിവൻ്റെ വേറെ അല്ലാതെ വിദ്യകൾ ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് ശിവ മന്ത്രം ജപിച്ച് ജപിക്കണം. ഈ വിദ്യ ഈശ്വര എന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതം അന്നു മുതൽ മാറാൻ തുടങ്ങും. ഇത് ചെയ്താൻ തുടങ്ങി. ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, ദിവസവും ചെയ്യുക. ഒരു ദിവസം തന്നെ പലതവണ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം, ഒരു അനുഭൂതി, ആ ഈശ്വരബോധം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അവിടെ മുതൽ ഈശ്വരൻ നിങ്ങൾക്കൊരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. അങ്ങനെ ഉണ്ട്. നമുക്കെല്ലാം മനസ്സിൽ ചോദ്യങ്ങളാണ്, എന്നാൽ നമ്മുടെ മനസ്സിൽ ഉത്തരങ്ങൾ മാത്രമായിരിക്കും. പിന്നില്ല, ഈശ്വരനൊരു ഉത്തരമായിരിക്കും. ഈശ്വരന് അനുഭവമാകുമ്പോൾ അത് ഉത്തരമാകും. പിന്നെ നമുക്ക് ആരോടൊന്നും ചോദിക്കാനില്ല, നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ യഥാർത്ഥ അറിവെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അനുഭവമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കണ്ടതും കേട്ടതും പുസ്തകത്തിൽ വായിക്കുന്നതൊക്കെ അതൊക്കെ അറിവ് നല്ലത് തന്നെ, അത് ആവശ്യത്തിന് വേണം. പക്ഷേ യഥാർത്ഥ അറിവെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? അനുഭവമാണ് ഈശ്വരൻ. ആ അനുഭവത്തെ അവനവൻ സ്വയം അനുഭവിച്ചറിയേണ്ട, അത് ഒരാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഈശ്വരാനുഭവമായിരിക്കും. സ്വയം ആ ഈശ്വരനെ ഉള്ളിൽ അനുഭവിച്ച് മനസ്സിലാക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ അവസാനമായപ്പോൾ ഇത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സത്സംഗങ്ങൾ, കുട്ടികൾക്കൊക്കെ നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മമാരുടെ ഒരു സമിതിയോ ഒക്കെ രൂപീകരിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1500 ഏറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഈശ്വരനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുത്ത് ആവശ്യമുള്ളത് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടേതായ വ്യത്യസ്തമായ അറിവുകളോ എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. നല്ല കാര്യങ്ങളായിരിക്കണം എന്നുള്ളൂ. ഞാൻ പറയുന്ന മുഴുവൻ ഈശ്വരനെക്കുറിച്ച് ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കേൾക്കുന്നവരൊക്കെ നല്ലതായിട്ടേ വരത്തുള്ളൂ, ആരും മോശമാകത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു മാതൃസമിതി രൂപീകരിച്ച് കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടി വരെ, +2 പഠിക്കുന്നതും കുട്ടി തന്നെയാണ്. +2 പഠിക്കുന്നവരെ കൂടുതൽ സൂക്ഷിക്കേണ്ട, കാരണം അവർക്കായിരിക്കും കൂട്ടുകെട്ടുകൾ കൂടുതൽ. അപ്പോൾ അവരെക്കൂടെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അവരെക്കൂടെ ഉൾപ്പെടുത്തണം. അവർക്ക് വേണ്ടി നിങ്ങൾ അമ്മമാർക്ക് മാതൃസമിതി രൂപീകരിക്കാം. പിന്നെ അല്ലാതെ അച്ഛന്മാർക്കും അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാർക്കും ഒക്കെ ക്ലാസ് എടുക്കാം, അതിനകത്ത് കുഴപ്പമില്ല. അമ്മമാർ മാതൃസമിതി രൂപീകരിക്കുമ്പോൾ ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട്. എന്നാണെന്നറിയോ? ശരിക്കും ഈ സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്, നമ്പർ 1. നമ്പർ 2, പുരുഷനെക്കാട്ടി ഉത്തരവാദിത്വ ബോധം. അതിൽ പുരുഷന് ഉത്തരവാദിത്വ ബോധം ഇല്ലെന്നല്ല, കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർ ഉത്തരവാദിത്വത്തോടെ ചെയ്യും. പുരുഷനാണെങ്കിൽ ഇച്ചിരി ആത്മവിശ്വാസം കൂടുതലായിരിക്കും. അതൊക്കെ ചെയ്യാം എന്ന് വെച്ച് പുരുഷന് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറഞ്ഞു, ഉത്തരവാദിത്വം ഉള്ളവരും ഉണ്ട്. പൊതുവെ ഞാൻ പറഞ്ഞു. 2, സ്ത്രീകൾക്ക് ഈ പഠിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്, ടീച്ചിങ്ങിന് സംസാരിക്കാനുള്ള കഴിവ് കൂടുതലാണ്, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഒരു മക്കളെ അത് അവരുടെ മനസ്സിനെ ടച്ച് ചെയ്ത് സംസാരിക്കാൻ കഴിവ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? മക്കളെ കൂടുതൽ വളർത്തുന്ന അമ്മമാർ. അപ്പോൾ ആ അമ്മമാർക്ക് ഈശ്വരൻ സഹനശക്തി കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മനസ്സറിഞ്ഞ് പെരുമാറി അവരെ നിയന്ത്രിക്കാനുള്ള ഒരു സിദ്ധിവിശേഷം മാതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മമാർക്ക് നല്ല രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റും. ഇനിയും അച്ഛന്മാർക്കും പറ്റും, അല്ലെങ്കിൽ പുരുഷന്മാർക്കും പറ്റും. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ള പുരുഷന്മാർക്കും പങ്കെടുക്കാം, അതിനകത്ത് തെറ്റില്ല. പക്ഷെ അമ്മമാരായിരിക്കണം ഇത് നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അതിനൊരു മുന്നിട്ടിറങ്ങുന്നത് അമ്മമാരായിരിക്കണം. കാരണം അവിടെ അമ്മയാണ് ആദ്യ ഗുരു. അതുപോലെ ആ മാതൃഭാവം എന്ന് പറഞ്ഞാൽ ആ മാതൃഭാവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ദേവിയെ വിളിച്ചിട്ടാണ് നമ്മൾ ശിവനെ വിളിക്കത്തുള്ളൂ. അവിടെ ദേവിക്ക് സ്ഥാനം കൂടുതൽ. ദേവിയുടെ പ്രതിരൂപമാണ് സ്ത്രീകൾ.
അപ്പോൾ അവിടുന്ന് തുടങ്ങണം കാര്യങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട അറിവ് എന്താണെന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇന്ന് കുട്ടികൾക്ക് പലർക്കും ഇല്ലാത്ത അതാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട. പലരും ലഹരിയുടെ പുറകെ പോകുന്നു, കുറച്ച് പേര് പ്രേമിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് പേര് വഴക്കുമായിട്ട് പോകുന്നു, കുറച്ച് പേര് നാടിനും വീടിനും ഉപകാരമില്ല പോകുന്നു, പിന്നെ കുറച്ച് പേര് പഠിച്ച് വിദേശത്ത് പോകുന്നു. അവർ അമ്മമാരെ ചിലപ്പം വീട്ടുകാരെ നോക്കണമെന്നൊന്നുമില്ല, അവർ അവരുടേതായ രീതിയിൽ പോകുന്നു. ഇങ്ങനെ പല രീതിയിലാണ് പിള്ളേർ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പിള്ളേർക്ക് ആദ്യം കൊടുക്കേണ്ട ധാർമ്മികതയാണ്. ധാർമ്മികത എന്ന് വെച്ചാൽ ശരിയും തെറ്റും അറിയാനുള്ള കഴിവ്. അതിന് ഈശ്വരബോധം ഉണ്ടാകണം. അപ്പം മനസ്സിന് 3 അവസ്ഥകളുണ്ട്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് സൂപ്പർ ഈഗോ. അത് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള മനസ്സാണ്. അവിടെയാണ് ബിലീഫ് സിസ്റ്റം ഉള്ളത്. ഈ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം വരും. അവിടെ നല്ല ധാർമ്മികത, ഈശ്വരൻ, നന്മ, തെറ്റുകൾ ചെയ്യരുത് എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ മോൻ അല്ലെ ആ മോള് ഏറ്റവും നല്ല വ്യക്തിയായിട്ട് വരും. ഒരു തെറ്റുകളിലേക്ക് പോകത്തില്ല. അതിന് ഈശ്വരവിശ്വാസം വേണം. നന്മകൾ പറഞ്ഞു കൊടുക്കണം. അച്ഛൻ്റെ അമ്മയുടെയും മാതാപിതാ ഗുരു ഇവരുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള മക്കളൊന്നും മോശമായിട്ട് പോകത്തില്ല. അവർ അച്ഛനും അമ്മയും നോക്കുകയും ചെയ്യും, സമൂഹത്തിന് ഗുണകാരികളായിരിക്കും, ഒക്കെ നന്നായിട്ട് വരും. പിന്നെ ഒരു വ്യക്തിക്ക് ഏറ്റവും വേണ്ട ധൈര്യമാണ്. ഈ ധൈര്യം, ശക്തി, ജ്ഞാനം ഇത് കിട്ടാൻ ഭദ്രകാളിയെ വിളിക്കണം. അതിന് കുട്ടികൾക്ക് ഭദ്രകാളിയുടെ മന്ത്രം പറഞ്ഞു കൊടുക്കണം. ആ ഭദ്രകാളിയെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഓം ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമഃ. ഇത് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വസ്ത്രം എടുത്തുകൊണ്ട് കൈയും കാലും മുഖം നനച്ച് കഴിഞ്ഞ് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതുനെഞ്ച് തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഈ മന്ത്രം വാഗൊണ്ട് 3 തവണ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഉച്ചരിക്കാം. എന്നിട്ട് അമ്മയോട്, അമ്മ എനിക്ക് ശക്തി തരണേ, ജ്ഞാനം നൽകണേ, അറിവ് നൽകണേ, കാര്യശേഷി നൽകണേ, എല്ലാ കാര്യങ്ങളും വിജയം നൽകണേ, എല്ലാ കാര്യങ്ങളിലും കാര്യസാധ്യം നൽകണേ, അമ്മയെന്ന് സഹായമായി നിൽക്കണേ, അമ്മയ്ക്ക് കോടി നന്ദി. ഇത് എഴുതി വെച്ച് ഇതുപോലെ പ്രാർത്ഥിക്കണം. എന്നിട്ട് വലതുകാലം വെച്ച് ഇറങ്ങുക. അവർക്കൊന്നും ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും, ജ്ഞാനമുണ്ടാകും, ക്രിയാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി ഉണ്ടാകും, ധൈര്യമുണ്ടാകും. ധൈര്യമാണ് വേണ്ടത്. ഒരു പെൺകുട്ടിയോട് ഒരുത്തം വന്നിട്ട് ഇത്തവാന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ പോയാൽ ജീവിതം പോയി. ഒരുപാട് പേർക്ക് ഇത്തമായിരിക്കും എന്ന് കരുതി അപ്പോൾ എനിക്ക് താല്പര്യമില്ല, അല്ലെ എനിക്കിഷ്ടമല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെ അത് വീട്ടിൽ പറയണം. അതിനുള്ള ഒരു ആർജവം കാണിക്കണം. കാരണം ഒരുത്തിന് ഇത്തവാന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കണം. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ജീവിതം മുഴുവൻ പ്രേമിച്ചോ. അല്ലാതെ പഠിക്കുമ്പോഴല്ല അത് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായി. ഇതൊക്കെ കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകും, ഒരു ഗോളുണ്ടാകും, ഒരു ലക്ഷ്യം ഉണ്ടാകും. ഇത് ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള ജീവിതം മാറ്റുന്ന ശരനൂൽ വിദ്യ ആയിക്കോട്ടെ, രഹസ്യവിദ്യ, ഭദ്രകാളി വിദ്യ ആയിക്കോട്ടെ, മുരുകവിദ്യ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. 1500-ലേറെ വീഡിയോ. അതൊക്കെ ആവശ്യമുള്ളത് എഴുതിയെടുക്കുക. എന്നിട്ട് കുട്ടികൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ആ കുട്ടികൾ ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടും, ഏത് കാര്യത്തിലും വിജയിക്കും. അവർക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എല്ലാം ചെയ്യാനുള്ള വിദ്യകൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ മറ്റുള്ള അറിവുകളും ഒക്കെ പറയാം, അതിനൊന്നും തെറ്റില്ല, എല്ലാം പറയാം. ഞാനീ പറഞ്ഞിരിക്കുന്നത് എല്ലാ ശിവ രഹസ്യങ്ങളും ശിവനിൽ നിന്ന് കിട്ടിയ എൻ്റെ അറിവുകളുമാണ്. ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല. രാമമന്ത്രത്തിൻ്റെ രഹസ്യമാണെങ്കിലും ഭദ്രകാളിയുടെ രഹസ്യമാണെങ്കിലും മുരുകൻ്റെ രഹസ്യമാണെങ്കിലും ഇതാരും നിങ്ങൾക്ക് ഇതുപോലൊന്നും പറഞ്ഞു തരത്തില്ല. ഇനി യൂട്യൂബിലൊക്കെ ഈ വീഡിയോ എത്ര കാലം കാണുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് പറയാനൊക്കത്തില്ല. നിങ്ങൾ അതുകൊണ്ട് സമയം കളയാതെ എല്ലാം എഴുതിയെടുത്ത് ഇത് കുട്ടികൾക്ക് ഇതുപോലെ ഒരു സത്സംഗങ്ങൾ രൂപീകരിച്ച് വളർന്നു വരുന്ന കുട്ടികളിലേക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നന്മയെ പറയുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒന്നും വേണ്ട. നിങ്ങൾ ഓരോ വീട്ടിലും ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പച്ചമരുന്ന് കടയിൽ പോയി അല്പം വലിയ കടലാടി മേടിക്കുക. വലിയ കടലാടി 30 രൂപയേ ഉള്ളൂ. കമ്പാണ്. ആ കമ്പ് ഒരു കെട്ട് കിട്ടും. അത് മേടിച്ചിട്ട് ഒരു കമ്പ് എടുക്കുക, ഒരു കമ്പ് കത്തിക്കുക. എല്ലാ കമ്പുകളും ഒന്നിച്ച് കത്തിക്കണ്ട. ഒരു കമ്പ് തീരുമ്പോൾ ഒരു കമ്പ് എടുത്താൽ മതി. ഒരു കമ്പ് എടുത്ത് അത് കത്തിച്ചിട്ട് പുക ഓരോ മുറിയിലും കാണിക്കുക.
ചിലപ്പം ആ ഒരു മുറി പുക കാണിച്ച് പേരിന് പുക കാണിച്ചാൽ മതിയല്ല, ഒരുപാട് പുകയ്ക്കണ്ട. അപ്പം പുക കാണിച്ചു കഴിയുമ്പോൾ ചിലപ്പം കെട്ടുപോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത മുറി കൊണ്ട് കത്തിച്ചിട്ട് പുക കാണിക്കുക. അങ്ങനെ എല്ലാ മുറിയിലും കാണിക്കുക, ദിവസവും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും, സമ്പത്തുണ്ടാകുക, ഐശ്വര്യം ഉണ്ടാകും, വീട്ടിലെ ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം പോകും. മലയാള മാസം ആദ്യ ചൊവ്വയും മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സാധാ ഗുരുതി ചെയ്യുക. ഗ്രഹനാഥയുടെയും പേര് സാധാ ഗുരുതി 100 രൂപയൊക്കെ ആകത്തുള്ളൂ. ഗുരുതി പുഷ്പാഞ്ജലിയല്ല, വലിയ ഗുരുതിയല്ല, സാധാ ഗുരുതി നിവേദ്യം. ഇനി എന്നായെങ്കിലും മക്കൾക്ക് ജോലിക്കാരി ഉണ്ട്, അവരുടെ പേരിലും ചെയ്യാം. ആ വീട്ടിലെ ദുരിതങ്ങളൊക്കെ മാറിപ്പോകും. ചെയ്തു നോക്കുക. കാരണം ഇതിൻ്റെ അകത്തൊക്കെ കാര്യങ്ങളുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കഥകൾ അറിയുന്ന നല്ലതാണ്. പക്ഷേ നമുക്ക് പ്രായോഗികമായിട്ട് ജീവിതത്തിൽ മാറ്റേണ്ട പരിഹാരങ്ങളും പ്രായോഗിക ബുദ്ധിയാണ് വേണ്ടത്. കഥകളും കാര്യങ്ങളും ഒക്കെ അതും അറിയണം. അറിയരുതെന്നല്ല പറഞ്ഞ് അറിയണം. അതോടൊപ്പം നിങ്ങൾ ഇതുപോലുള്ള പ്രായോഗികമായി ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, സത്സംഗങ്ങൾ രൂപീകരിച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. ചെയ്ത് നോക്കുന്നേ, അപ്പോൾ അറിയാം ഇത് ഫലം ഉണ്ടാകുമല്ലോ എന്ന്. എന്നും വീട്ടിൽ കിടന്ന് അടിയും പിടിയും വേളം ഉണ്ടാക്കുന്നതൊക്കെ അങ്ങ് മാറും. മനസ്സിലായോ? ഒരു വലിയ കടലാടിയെ നിർത്തും നമ്മൾ കാര്യങ്ങൾ. ചെയ്ത് നോക്ക്, ദിവസവും ചെയ്യും. ഒരു കമ്പ് തന്നെ ഒരുപാട് ദിവസം കാണും. അത് തീർന്ന് കത്തി തീർന്നിട്ട് അടുത്ത കമ്പ് എടുക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ജീവിതം എല്ലാവരുടെയും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ തിരുവല്ല തൊകലശ്ശേരി വരണം. തൊകലശ്ശേരി മഹാദേവനെ എപ്പോഴെങ്കിലുമൊക്കെ വന്നൊന്ന് കാണണം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ അടുത്തായി തൊകലശ്ശേരി അമ്പലം. വലിയ ശിവലിംഗമാണ്. അവിടെ വളർന്നുകൊണ്ടിരിക്കുക ശിവലിംഗം. ഒരു റൂമിൻ്റെ അത്രയുണ്ട്. കൈലാസം തന്നെയാണ്. ഞാൻ ഒരു അവധൂതനെ കാണാൻ പോയപ്പം ആദ്യം തൊകലശ്ശേരി മഹാദേവനെ കണ്ട് തൊഴുതിട്ടാണ് അവധൂതനെ കാണാൻ പോയത്. അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും ശിവൻ്റെ ചില വിദ്യകളും ഒക്കെ കിട്ടിയത്. അഗസ്ത്യരുമായിട്ട് കണക്ഷൻ വന്നൊക്കെ അവിടെ നിന്ന്. തൊകലശ്ശേരി അത് കൈലാസം തന്നെയാണ്. ഭഗവാനെ വണങ്ങിയാൽ ഭഗവാന് നിങ്ങൾ പറ്റുന്ന വഴിപാടുകൾ ചെയ്യാൻ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾ ചെയ്യുക. അവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല അതിൻ്റെ ശക്തി. എനിക്കും അറിയത്തില്ല. സത്യമാണ് പറയുന്നത്. ഒന്ന് ഭഗവാൻ എന്നെ സ്വപ്നം കാണിച്ചു, ആ ശിവലിംഗം. 2 ഹിമാലയത്തിൽ പോയ ആദ്യ കൈലാസത്തിൽ പോയ നമ്മുടെ ഒരു സഹോദരനോട്, അദ്ദേഹം ഒരു മീഡിയ പ്രവർത്തകനാണ്, ആ സഹോദരനോട് ഹിമാലയത്തിൽ ഒരു സന്യാസിയെ പറഞ്ഞു കൊടുത്ത് നീ ഹിമാലയത്തിൽ വരണ്ട. ആ സന്യാസി പറഞ്ഞു കൊടുത്തു നീ തൊകലശ്ശേരി ഇതുപോലെ ഒരു അമ്പലമുണ്ട് അവിടെ പോയാൽ മതി എന്നൊരു സന്യാസിയാണ് പറഞ്ഞു കൊടുത്തു. ഈ സന്യാസി ഇത് പറയുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം പറയുന്നു. ഈ മനുഷ്യന് എവിടുന്നാണ് വരുന്നതെന്ന് സന്യാസി അങ്ങോട്ട് പറയുന്നു. അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ സഹോദരൻ. അവിടെ ഈ സന്യാസി എങ്ങനെ ഇതൊക്കെ പറയുന്നത്? അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. ആ സന്യാസി പിന്നീട് പറയുന്നത് തിരുവല്ല തൊകലശ്ശേരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു ശിവലിംഗമുണ്ട്, വലിയ ശിവലിംഗം. അവിടെ പോയി വണങ്ങിയാൽ മതി, കൈലാസ തുല്യം. 2 ക്ഷേത്രങ്ങളാണ് ഞാൻ പറയുന്നത്. 1 ഏറ്റുമാനൂരപ്പൻ, കൈലാസം തന്നെയാണ്. 2 തൊകലശ്ശേരി, 3 കൊട്ടിയൂർ. ഇവിടെ എല്ലാം ഇന്ന് ഞാൻ വൈക്കത്തപ്പനെ കൂടെ ഒന്ന് സ്മരിക്കുകയാണ്. വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എൻ്റെ മനസ്സിൽ ഇന്ന് വൈക്കത്തപ്പനെ കൂടെ ഒന്ന് സ്മരിക്കേണ്ടതായിട്ട് മനസ്സിലൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് പറഞ്ഞതാണ്. വൈക്കത്തപ്പൻ്റെ ചില പ്രസാദം എൻ്റെ ഇരിപ്പുണ്ട്, ഭസ്മം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ആ വൈക്കത്തപ്പൻ്റെ ഭസ്മം തൊട്ട് വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാനുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ. ചില ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അതേ പറഞ്ഞുള്ളൂ കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാനുണ്ട്. നിങ്ങൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം, എല്ലാ ക്ഷേത്രങ്ങളിലും തുല്യ പ്രാധാന്യത്തോടെ കാണണം. ഇതുപോലുള്ള ചില ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, അതേ പറഞ്ഞു. ഇത് ഹിമാലയത്തിലെ സന്യാസി പറഞ്ഞു തന്ന കാര്യവും ഭഗവാൻ എന്നെ സ്വപ്നം കാണിച്ച കാര്യമാണ് തൊകലശ്ശേരിയിൽ. അതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആദ്യം അറിയണം. അത് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണണം, എന്നാലേ അത് അറിയത്തുള്ളൂ. എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്താലേ മാറ്റം ഉണ്ടാകും. അല്ലാതെ ചുമ്മാ ഒരു മാറ്റം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടോ. അത് ആവശ്യമുള്ളത് മനസ്സിലാക്കി ചെയ്യുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.